നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. റീഡിങ് കുറച്ച് ലേറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇന്ന് കുറച്ച് നോക്കട്ടെ, ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്താണ് സിറ്റുവേഷൻ, ഓക്കെ, ആൻഡ് ഇവിടെ പേഴ്സൻ്റെ ഫീലിങ്സ്, അവരുടെ എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, ആൻഡ് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ. ഐ തിങ്ക് ഒരുവിധം എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കാം. ഈ ഡെക്ക് യൂസ് ചെയ്യാം ഞാൻ ഇടയിൽ കൂടി. ഓക്കെ, സോ ലെറ്റ്സ് സീ. ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എപ്പോഴും അവിടുന്ന് തുടങ്ങുന്നതാണ് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ നല്ലത്, അതിനാണ്. ഓക്കെ, സോ വേൾഡ്, 8 of Wands, 4 of Cups. ശരി, നിങ്ങളുടെ തമ്മിൽ ചിലപ്പോൾ ഒരു എൻഡിങ് വന്ന് കാണാം. ഓക്കെ, ഒരു സെപ്പറേഷൻ എൻഡിങ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു റിന്യൂവലാണ് എനിക്ക് കാണുന്നത്. പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു റിന്യൂവലാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. വേൾഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കംപ്ലീഷൻ, സെലിബ്രേഷൻ എന്ന രീതിക്കാണ്. അതായത് അവർ നിങ്ങളെ കാണുന്നത് തന്നെ, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും അവരുടെ ലൈഫ്, അതായത് അവരുടെ ലോകം തന്നെ നിങ്ങളാണ് എന്ന മട്ടിലാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സ്പീഡിലാണ് എനിക്ക് കാണുന്നത്. സോ ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾ ഡിസ്റ്റൻ്റ് ആയിരിക്കാം, അതായത് ദൂരെ ആയിരിക്കാം, വേറെ സ്ഥലങ്ങളിലായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ എൻഡിങ് വല്ലതും വന്ന് കാണാം. ഓക്കെ, മേ ബി. അല്ലാത്തവർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പക്ഷേ നിങ്ങളെ കാണുന്നത് അവരുടെ ഒരു വേൾഡായിട്ട് തന്നെയാണ്. അവരുടെ ഒരു എന്താ അതിന് പറയാം, എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, എനിവേ അവർ നിങ്ങളോട് വളരെയധികം കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മെസ്സേജസ് വരാനുള്ള സാധ്യതയുണ്ട്. പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നിങ്ങളെ കാണാൻ. ഓക്കെ, ബട്ട് ഇവിടെ ഒരു ലേശം ഡിസ്ട്രാക്ഷൻ കാണുന്നുണ്ട്. ഒരു അല്പം അവർ കുറേ ചിന്തകളിലിരിക്കുന്ന പോലെയുണ്ട്, എന്തൊക്കെയോ ചിന്തിക്കുന്ന പോലെയുണ്ട്. മേ ബി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. ഒരല്പം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് ആഗ്രഹമുണ്ട് മനസ്സിൽ, ബട്ട് എന്തോ കാര്യങ്ങൾ അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് തടസ്സം നിങ്ങളുടെ ഇടയിൽ നോക്കാം. ഫീലിങ്സ് വളരെ നല്ല ഫീലിങ്സ് ആണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ബട്ട് വാട്ട്, എന്താണ് ഇവിടെ ഡിസ്ട്രാക്ട് ആയിട്ടിരിക്കുന്നത്, എന്താണ്? സോ ഇവിടെ ഒന്ന് നിങ്ങളുടെ തമ്മിലുള്ള ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു ഹിഡൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ഇവിടെ പേഴ്സണിന് ഒരു ഫാമിലി അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അവരുടെ മനസ്സിലെ ചിന്തകളുണ്ടാവും. അതിപ്പോൾ കുറച്ച് പേർക്ക് മാരീഡ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ മേ ബി ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ്, പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ബ്രദർ സിസ്റ്ററുടെ എന്തെങ്കിലും കാര്യം, അങ്ങനെ ഒരു അതായത് ഒരു ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ അതിൻ്റേതായ ചില ടെൻഷൻസ് കൊണ്ടായിരിക്കാം അവർ ചില കാര്യങ്ങൾ അവർക്ക് ചിന്തിച്ച് ഇതാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷേ ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി അവർ യാത്രകൾ പോയതായിരിക്കാം. ഓക്കെ, നമ്മൾ റീസണാണ് അറിയാൻ നോക്കുന്നത്. ഓക്കെ, മേ ബി കുറച്ച് പേര് യാത്ര ചെയ്യുന്നുണ്ടാവും. അഗൈൻ ഇവിടെ ദൂരത്തിൻ്റെ കാര്യം, വീണ്ടും നിങ്ങൾ തമ്മിൽ ദൂരെ ആയിരിക്കാം. സോ അതും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു തടസ്സമായിട്ട്, മേ ബി നിങ്ങൾ അടുത്തല്ല എന്നുള്ള ഒരു കാര്യം. ഇവിടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അതിലൊക്കെ ഇൻവോൾവ് ആയിരിക്കാം. എന്തെങ്കിലും ഫംഗ്ഷൻസ് നടക്കുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ ഫാമിലി ഫംഗ്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്ക് നടക്കുന്നുണ്ടാവും. സോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് എനിക്കിവിടെ തടസ്സങ്ങളായിട്ട് കാണുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ പലതിലും അവരെ ശ്രദ്ധ ഇപ്പോൾ വേറെ പല കാര്യങ്ങളിലേക്കും ആയിരിക്കും, ബട്ട് എവിടെയോ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ, അവർ ആക്ച്വലി എല്ലാം ഉണ്ട്, ഇപ്പോൾ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, ബട്ട് എവിടെയോ അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അവരൊക്കെ ശരിക്കും ഉള്ളത് അവർ വേണ്ടത് ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കാം, ബാക്കിയുള്ളതിലൊന്നും താല്പര്യമില്ലാത്തൊരു മട്ടിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അതുപോലെ നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഹിഡൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഉള്ളിൽ അവർ ഓർക്കുന്നുണ്ട് എന്ന രീതിക്കുമായിരിക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് മെയിൻലി ഐ തിങ്ക് ഇവിടെ ഒരു ഹിഡൻ സീക്രട്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ളത് ഒരു സീക്രട്ട് ആയിരിക്കാം. ഓക്കെ, സോ അവരതിനകത്ത് ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, കാരണം അപ്പോൾ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് കൂടെ എന്ന രീതിക്കൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കാര്യം അവർ കുറച്ചൊന്ന് മാറ്റി വെക്കേണ്ടി വരുന്നതായിരിക്കാം, ബിക്കോസ് സീക്രട്ടായിട്ട് വെക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, വേറെന്താണ് നോക്കട്ടെ.
നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന എന്താണ്, നിങ്ങളുമായിട്ട് മുന്നോട്ട് എന്താണ് ആഗ്രഹിക്കുന്നവർ? ഏസ് ഓഫ് സോർഡ്സ്, 3 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെന്റക്കിൾസ്. വാവ്, നൈസ്. ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു വഴക്കോ പ്രശ്നമോ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. സോ നിങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു കാണാം. നിങ്ങളുടെ പേഴ്സൺ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ തിങ്ക് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടാവും, ദാറ്റ് ഇനി എനിക്കിങ്ങനെ പറ്റില്ല, യുനോ ക്ലാരിറ്റി വേണം എന്ന രീതിക്ക് വല്ല നിങ്ങൾ പറഞ്ഞു കാണാം. എന്താണ് ഈ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നില്ല, അതും ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ വളരെ എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും നിങ്ങൾ നിൽക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് യുനോ ഈ ബന്ധത്തിൽ എന്താണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം എന്ന രീതിക്ക് നിങ്ങൾ പറയുന്നുണ്ടാവാം. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ അഗെയിൻ ഒരു ചെറിയ തടസ്സമാണ് എനിക്ക് കാണുന്നത്. ഒന്ന് തേർഡ് പാർട്ടി എനർജി ഉണ്ട്. ഓക്കെ, അവർ മേ ബി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നമോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാർട്ട് ബ്രേക്ക് ആയിരിക്കും ഇത് കാണിക്കുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ എനർജി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി, ഫ്രണ്ട്സ്, എന്തും ആവാം. ഓക്കെ, അങ്ങനെ ഒരു നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞൊരു ചെറിയൊരു വഴക്കോ പ്രശ്നമോ വന്ന് കാണും. ഓക്കെ, ബട്ട് യെസ്, പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നത് ഈ ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, കുറച്ച് പേർക്ക് മാരേജ് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, സാധിക്കുന്നവർക്ക്, സിംഗിൾസ് ആണെങ്കിൽ. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ശരിക്കും നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണം എന്ന് തന്നെയാണ്, സ്റ്റേബിൾ ആയിട്ട് വേണം എന്ന് തന്നെയാണ്. ഓക്കെ, എന്ത് തന്നെ വേറെ തടസ്സങ്ങളുണ്ടെങ്കിലും ശരി, വേറെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും വേറെ ഫാമിലി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഓക്കെ, അതിന് ഒക്കെ മേലെ പക്ഷെ അവർ നിങ്ങൾക്കൊരു കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ബട്ട് ഐ തിങ്ക് അത് നിങ്ങളുടെ ഈ ഒരു സ്ട്രോങ് ആയതുകൊണ്ടുള്ള റിയാക്ഷനുമാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. ഓക്കെ, നിങ്ങൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക, വിട്ടൊന്നും കളയണ്ട. ഓക്കെ, ഇവിടെ ഓക്കെ, നമുക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫീലിങ്സ് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അതിൽ ഡൗട്ടൊന്നുമില്ല, അവർ കമ്മിറ്റഡ് ആണ് നിങ്ങളോട്, അവർക്ക് നിങ്ങളെ വേണമെന്ന് തന്നെയാണ്, മീറ്റ് ചെയ്യണം എന്നൊക്കെ തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങൾ ലൈഫിൽ അവരെ നിങ്ങളുടെ അടുത്ത് നിന്ന് ലേശം അകറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഐ തിങ്ക് അവിടെ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പറയാൻ തുടങ്ങണം. എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയുന്നതിൽ മടിക്കണ്ട. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് സീ ഫ്യൂച്ചർ, ഒബ്സ്ക്യൂരിറ്റി, സീക്രട്ട്, മിസ്റ്ററി, കൺസീലിംഗ്, എക്സോഷൻ, കോൺഫ്ലിക്റ്റ്, പെർസ്പെക്റ്റീവ്, ക്ലിങ്ങിങ്. ഓക്കെ, സ്പൈയിങ്. ഇവിടെ ശരിക്കും അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ സീക്രസി കാണുന്നുണ്ട്. ഓക്കെ, സീക്രട്സ്, മിസ്റ്ററീസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് മറക്കുന്നുണ്ട്. അത് മറക്കുന്നത് പക്ഷെ അങ്ങനെ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, ബട്ട് അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല, അതാ പ്രശ്നം. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് എല്ലാം മറക്കുകയാണ്. ജസ്റ്റ് മേ ബി നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. കാരണം ഇവിടെ പെർസ്പെക്റ്റീവ് എന്ന് കാണുന്നുണ്ട്, ബെറ്റർ ഓഫ് ഹാപ്പിനെസ്, ക്ലിയർ ഹെഡ് സ്പേസ്. അവർ ആക്ച്വലി ഐ തിങ്ക് അവർ നിങ്ങളോട് എക്സ്പ്ലനേഷൻ തരാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആർഗ്യൂ ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കില്ല എന്നൊക്കെ ഒരു തോന്നൽ കൊണ്ടാണ്. അത് നിങ്ങളോട് അവർ ശരിക്കും തുറന്നു പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബട്ട് ഐ തിങ്ക് അത് അവർക്ക് സാധിക്കുന്നില്ല. ഒന്ന് പ്രൈഡ് കാണുന്നുണ്ട്, എനിക്ക് ഈഗോ കാണുന്നുണ്ട്. അവർ തോന്നുന്നു എന്തിനാണ് ഞാൻ പറയേണ്ട ആവശ്യം എന്താണ്, എന്തിനാണ് പറയുന്നത്, യുനോ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് ആ പേരിലൊക്കെയാണ് നിങ്ങൾ ശരിക്കും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് സംസാരിച്ച് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായിട്ട് പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ടതാണ്. പക്ഷെ അവർ അതിന് തയ്യാറല്ല. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അവരതിനെ മാറ്റി വെക്കാൻ ശ്രമിക്കുകയാണ്. അവരത് ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം ഈഗോ കൊണ്ട് അല്ലെങ്കിൽ ഒരു വാശി കൊണ്ട് എന്തിനു ഞാൻ ശരിയാക്കണം എന്ന രീതിക്ക് അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന പോലെയാണ്. പിന്നെ ഇവിടെ എക്സോഷൻ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ടയേർഡാണ്. ഓക്കെ, അവർ ടയേർഡാണ്, അല്ലാതെ ഡ്രെയിൻഡ് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ നമ്മൾ ആ കാർഡിൽ പറഞ്ഞു അവർക്ക് ഒന്നിലും താല്പര്യം, ആക്ച്വലി ഒന്നിലും താല്പര്യമില്ലാത്ത മട്ടിലായിരിക്കുന്ന പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിലും അവർക്ക് താല്പര്യമില്ല. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഐ തിങ്ക് അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. അവർക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്, ഫാമിലിയുടെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് ചെയ്യണം അല്ലേ. സോ അതുകൊണ്ട് തന്നെ അവർ ടയേർഡുമാണ് ഒരു തരത്തിൽ. പക്ഷേ എന്താ പറയുക, ഇതൊന്നും നിങ്ങളോട് തുറന്നു പറയുന്നില്ല. ഇവിടുത്തെ പ്രശ്നം അതാണ്. എനിക്ക് തുറന്നു പറയാൻ തയ്യാറല്ല. സീക്രട്ട് വെക്കുക, മനസ്സിൽ വെക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുക. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ തമ്മിൽ. ഓക്കെ, ആൻഡ് ഇവിടെ ക്ലിങ്ങിങ് കാണുന്നുണ്ട്, ഹോൾഡിങ് ഓൺ, ഒബ്സഷൻ, സ്പൈങ്. നിങ്ങളെ അവർ വിട്ട് കളയുന്നൊന്നുമില്ല. ഓക്കെ, അതൊരിക്കലും കരുതണ്ട. ഞാൻ പറഞ്ഞു അവരൊരിക്കലും നിങ്ങളായിട്ട് അകലാനോ നിങ്ങളെ വിട്ടുപോകാനോ ഒന്നും കാണുന്നില്ല. ബട്ട് എന്താ പറയുക, അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അവരൊരിക്കലും നിങ്ങളെ വിട്ട് കളയില്ല, പേടിക്കുക വേണ്ട. എനിക്ക് ആ ഒരു വാക്കേ പറയാനുള്ളൂ. ഓക്കെ, അവർ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് ലെറ്റ് മീ ഗെറ്റ് സം കാർഡ്സ്. ബൗണ്ടറീസ്, അബാൻഡൻഡ്. ഓക്കെ, വീണ്ടും ഇതാണല്ലോ വരുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ്. ഓക്കെ,
സി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഐ തിങ്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആവാൻ ഞാൻ ഇതിൽ നിന്ന് എടുക്കാം ഗൈഡൻസ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളിപ്പോൾ ക്ലിയർ ബൗണ്ടറീസ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പറയുന്നത് ഇനി എനിക്കിങ്ങനെ കളിച്ച് നടന്നാൽ പറ്റില്ല, എനിക്കിങ്ങനെ ഒരു സീരിയസ് ആയിട്ട് എനിക്ക് ശരിക്കും അറിയണം എന്താ വേണ്ടത് എന്ന് നിങ്ങൾ അറിയണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ലെഫ്റ്റ് ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നത് പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ തനിച്ചാക്കി പോകുന്നു എന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം പേഴ്സൺ അത് ഫേസ് ചെയ്യാൻ തയ്യാറല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്ത് സംസാരിക്കാമെന്ന് അവർ തയ്യാറാവുന്നില്ല. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളെ അവർ ഒരു വാല്യൂ തരുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ റെസിസ്റ്റൻസ്, സീക്രട്ട് അഡ്മയറർ, സപ്രസിങ്, ടിമിഡ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളോട് ശരിക്കും സ്നേഹം തന്നെയാണ്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നിങ്ങളോട് വളരെയധികം അഡ്മിറേഷനാണ് കാണുന്നത്. നിങ്ങളെ ശരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ മുമ്പിൽ എന്തൊക്കെ കാണിച്ചാലും ശരി, അവർ നിങ്ങളറിയാതെ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും അവർ നിങ്ങളെ അഡ്മയർ ചെയ്യുകയാണ്. ശരിക്കും നിങ്ങളോട് സ്നേഹം, ഫീലിങ്സ് എല്ലാം ഉണ്ട് അവർക്ക്. പക്ഷെ അവർ അതിനെ തന്നെ അടക്കി വെച്ചിരിക്കുക, നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. ഓക്കെ, അഗൈൻ ആൻഡ് അഗൈൻ ഇവിടെ അതേ കാര്യം വരുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ബട്ട് എന്നാലും അവരെയുള്ളൂ ആക്ഷൻ എടുക്കുന്നില്ല, അതാ പ്രശ്നം. തുറന്ന് പറയുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല, അതൊക്കെയാണ്. ഓക്കെ, ഫ്യൂച്ചറിലേക്കുള്ള കാർഡ്സ് എടുത്തേക്കാൻ ഞാൻ കുറച്ച് വേറെ ഡെക്ക് യൂസ് ചെയ്യണം. വേണ്ട, ഫ്യൂച്ചറിലേക്ക് എനിക്ക് എന്താ കാണുന്നത് നോക്കട്ടെ. ഒരു അഗെയിൻ ഈഗോ. ഓ മൈ ഗോഡ്, എംപറർ, എംപ്രസ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്, ഫൈൻ. സി ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങാൻ, നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഓക്കെ, പേഴ്സൺ സംസാരിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കോംപ്രമൈസ് വരും എന്നുള്ളൊരു എനർജി ഉണ്ട് എനിക്ക്. ഓക്കെ, ഓവറോൾ എനർജി നമുക്ക് കോംപ്രമൈസിൻ്റെ ആണ്. പക്ഷെ കുറച്ച് പതുക്കെ ആയിരിക്കും, പെട്ടെന്നൊന്നും അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. കാരണം ഇത് ഈഗോ കാണുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഈഗോ എന്ന് പറയാം. പിന്നെ രണ്ടുപേരും ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു പവർ കപ്പിളായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഐ തിങ്ക് രണ്ടുപേരും ഇപ്പോൾ ഒരേ ഒരു പൊസിഷനിൽ, അതായത് അവരും ആ ഈഗോയിലും അല്ലെങ്കിൽ അവരുടെ ഒരു പൊസിഷൻ, അവരുടെ ഒരു സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു എന്നെ റെസ്പെക്ട് ചെയ്യണം എന്ന മട്ടിലൊക്കെയുള്ള നിൽക്കലുണ്ടല്ലോ, അതേപോലെ തന്നെ. പക്ഷെ നിങ്ങളും ഇപ്പോൾ എംപ്രസ് ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് രണ്ടുപേരും ഇപ്പോൾ ഐ തിങ്ക് ഒരു ആരും വിട്ടുകൊടുക്കാത്തൊരവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ ചിലപ്പോൾ ഇവിടെ ഒരു മാറ്റം സംഭവിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങൾ പറയണം, ബൗണ്ടറി വെക്കാൻ പഠിക്കണം. ഓക്കെ, പേഴ്സൺ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഇനി എനിക്കിത് പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ അവിടെ നിന്ന് ഒരു മാറ്റം കാണുള്ളൂ. ഓക്കെ, ഇവിടെ ബാലൻസ് വരും, ടെമ്പറൻസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ തമ്മിൽ ഒരു സംസാരം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് വരും, കോംപ്രമൈസ് വരും, നിങ്ങൾ തമ്മിലൊരു കുറച്ചുകൂടി സിറ്റുവേഷൻ ബെറ്റർ ആവും. ഓക്കെ, ആൻഡ് ഇവിടെ ഇപ്പോൾ കപ്പിളായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. സോ ഒരിക്കലും ലൈക്ക് നിങ്ങൾ വേറെ ഒരു ഡൗട്ടും വേണ്ട. യെസ്, ഇത് നിങ്ങളുടെ ഒരു എന്താ പറയുക, കൗണ്ടർ പാർട്ടാണ് എന്ന് തന്നെ വിളിക്കാം, സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറാണ് എന്ന രീതിക്ക് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണക്കാക്കാം. പക്ഷെ അത് മാരേജ് എത്തും എല്ലാവർക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, കുറച്ച് പേർക്ക് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും മാരേജ് പോസിബിൾ ആവണമെന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കണക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ. പക്ഷേ ഈഗോ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്, ഓക്കെ, അതിനെ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിങ്ങൾ നിൽക്കുക, സ്റ്റാൻഡേർഡ്. ലേഡീസും ജെൻസും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ആരാണോ വാച്ച് ചെയ്യുന്നത്, ഓക്കെ, സോ അത് നിങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, ഈ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങുക. എനിക്കിത് പറ്റുമോ പറ്റില്ലേ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങാം. മാറ്റം വരും, പക്ഷേ ഓക്കെ, അവർ അങ്ങനെ വിട്ടുപോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിൽക്കാതിന് വേണ്ടി ഫൈറ്റ്, നിങ്ങൾ പറയുക എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത് എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാലൻസ് വരും എന്നാണ് കാണുന്നത് ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു ലേശം ഐ തിങ്ക് രണ്ടുപേരും വിട്ടുകൊടുക്കാത്തൊരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ വരും ഫ്യൂച്ചറിൽ. ഓക്കെ, അതുകൊണ്ട് ആ കോൺവെർസേഷന് ശേഷം നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, ഇതൊരു ഓവറോൾ റീഡിങ് എടുക്കാൻ ശ്രമിച്ചതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമസ്കാരം.